ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോയാണ്. ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനിങ് അല്ല ചെയ്യുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, നമ്മൾ ഡെയിലി കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ഫ്രീ ഡേ ആണ്, നമുക്കൊരു ക്ലീനിങ് ഡേയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ക്ലീനിങ്ങും പാത്രം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുക്കള ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയേക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത് പുട്ടും കടലയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മുടെ പാത്രം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ക്ലീൻ ആക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമ്മൾ വെള്ളം പോകാനായിട്ട് വയ്ക്കുന്നൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് കുറേ ആയി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഉണക്കാനായിട്ട് വയ്ക്കാം. ഉണക്കാൻ ഞാൻ വയ്ക്കാറ്, എൻ്റെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ ഞാൻ വയ്ക്കാറ് എൻ്റെ സെക്കൻഡ് കിച്ചണിലാണ്, വർക്ക് ഏരിയയിലാണ് ഞാൻ വയ്ക്കാറ്. അപ്പോൾ അവിടെ ഇരുന്ന് ഡയറക്റ്റായിട്ട് വെയിൽ കൊണ്ട് അത് ഉണങ്ങിക്കോളും. അടുക്കളയിലെ കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകി ഞാൻ വച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഫ്രണ്ടിലേക്ക് ഇറങ്ങി മുറ്റടിക്കാനായിട്ട് മുറ്റമൊക്കെ അടിച്ച് ക്ലീനാക്കി ഫ്രണ്ട് ഭാഗം നല്ലോണം ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഫ്രണ്ട് വശം മാത്രം ഞാൻ ഒന്ന് കഴുകി, പിന്നെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ച് ഇട്ടിട്ടുണ്ട്. തിരിച്ച് ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാനായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലെ ജനലൊക്കെ ഉണ്ടല്ലോ, ജനലിൻ്റെ സൈഡിലുള്ള പൊടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറ്റുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതുപോലെ നല്ലോണം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളും എങ്ങനെയാണ് കിച്ചണും അതുപോലെ വീടൊക്കെ ക്ലീൻ ആക്കി വയ്ക്കുക? ഡെയിലി ക്ലീൻ ചെയ്യുമോ, അതോ ഇങ്ങനെ ഇടയ്ക്ക് വീക്ക്ലി ഒരു ദിവസം കിട്ടുമ്പോഴാണോ ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് പറയണേ. എൻ്റെ മെയിൻ കിച്ചണിൽ ഞാൻ വച്ചേക്കുന്നത് എയർ ഫ്രയർ, മിക്സി, അതുപോലെ കെറ്റിൽ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്തു. എടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ മിക്സി, കെറ്റിൽ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നെല്ലും അതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ട്രൈപോഡിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തുടയ്ക്കാനുള്ള തുണി വെച്ചാണ് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രൈപോഡിൽ വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൗഫലിന് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നൗഫൽ ജോലിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നൗഫലിനെയും കൊണ്ട് വീഡിയോ എടുപ്പിക്കായിരുന്നു. ഇത് കുറച്ച് മെനക്കെട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അടുക്കള നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോറിടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കഞ്ഞിയും പയറാണ്. എനിക്ക് കഞ്ഞിയും പയറും കുടിക്കാനായിട്ടൊരു കൊതി. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് നൈറ്റായിട്ടുള്ള ക്ലിപ്പാണ്. കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് ഞാൻ 2 ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പച്ച മാങ്ങയല്ല, ചെറിയൊരു ചുനപ്പ് വന്ന മാങ്ങയാണ്. അപ്പോൾ അത് ഉപ്പിലിട്ട് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാം, മടി പിടിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ച് അപ്പോൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അതിനകത്തായിട്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് സുർക്ക, അതുപോലെ തന്നെ
ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം ഇല്ലല്ലോ, കുറച്ച് മാങ്ങയേ ഉള്ളൂ, എനിക്ക് മാത്രം തിന്നാനുണ്ടാവുള്ളൂ ചിലപ്പോൾ. ഇത് ഞാൻ മൊത്തം ഉപ്പിലിട്ടിട്ടൊന്നുമില്ല, വേറെ 2 മാങ്ങയും കൂടി ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ കട്ട് ചെയ്ത് കഴിക്കാമെന്നാണ് ഓർക്കുന്നത്. എല്ലാം കൂടി അങ്ങനെ ഉപ്പിലിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരിതില്ല. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ഉപ്പിലിടാമെന്ന് ഞാൻ വിചാരിച്ച് ഇത് 2 എണ്ണം ഉപ്പിലിട്ടിട്ടാണ്. ഇത് 2 മാങ്ങയാണെന്ന് തോന്നുന്നു. 2 മാങ്ങയാണ് ഞാൻ ഉപ്പിലിട്ടേക്കുന്നത്. ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.